ആ ബലത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസിന്റെ പ്രാർത്ഥനകളിലെയും പ്രബോധനങ്ങളിലെയും പ്രത്യേക വിഷയമാണ് ബലപ്പെടുക, ശക്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രബോധനത്തിലും ഉണ്ട്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിലും അത് പറയുന്നുണ്ട്. കാരണം അത് വളരെ അത്യാവശ്യമായിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുക എന്നുള്ളത്. അതെങ്ങനെയാണ് ബലപ്പെടേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ വാക്യത്തിൽ, 16-ാം വാക്യത്തിൽ. അവന്റെ ആത്മാവിനാൽ. അതേതാണ് ആത്മാവ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടത്. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത്? നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ രക്ഷിക്കപ്പെട്ടവരിൽ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അകത്തു വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത് എങ്ങനെയാണ്? അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ. ആ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് ജീവിക്കുമ്പോഴാണ്. അപ്പോൾ ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു വിശ്വാസി നിറയപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ആത്മാവിനാൽ അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നത്. അപ്പോൾ ഈ ആത്മാവിൽ നിറയപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഒരുപാട് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ നിലകൊള്ളുന്ന ഒരാത്മീയ മണ്ഡലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തു വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ആത്മാവ് നിറഞ്ഞ് ജീവിക്കുക എന്നത് വേദപുസ്തകം വിവക്ഷിക്കുന്ന അർത്ഥം ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോഴാണ് അവൻ ആത്മനിറവുള്ളവനായിട്ട് ജീവിക്കുന്നത്. അത് ഒരുപാട് വചനങ്ങൾ ഉള്ളത് കൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പുതിയ നിയമത്തിൽ 14 സ്ഥലങ്ങളിലായി ആത്മനിറവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷിക്കപ്പെട്ടവരാണല്ലോ ഇവിടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ആദ്യ ദാനമായി ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് ദൈവം അയച്ചു. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു എന്നാണ്. അയക്കുമെന്നല്ല, അയച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവന് അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാനായിട്ട് കഴിയും. ഞാൻ അതിന് 1-2 വാക്യങ്ങൾ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ഒരു ദൈവ പൈതലിന്റെ ബലം സൈന്യത്താലും ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാലത്രേ എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ദൈവത്തിന്റെ ആത്മാവിനാൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുകയും നമ്മുടെ മാനുഷിക സ്വഭാവം ദൈവീക സ്വഭാവത്തിന് കീഴടങ്ങുകയുമാണ് ശക്തി പ്രാപിക്കാനുള്ള മാർഗം എന്ന് നാം വിശേഷാൽ ഓർക്കണം. എവിടെയൊക്കെ ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു ഭക്തൻ ഉണ്ടായിട്ടുണ്ടോ, അവരൊക്കെ ദൈവാത്മാവിന്റെ ബലം അവരിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നതായിട്ട് കാണാൻ കഴിയും. അതിന് ഞാൻ 1-2 ദൃഷ്ടാന്തങ്ങൾ കൂടെ പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. ഒന്നാമത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു, അവിടുന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ ആ ലൂക്കോസ് 4-ന്റെ-14 വരുമ്പോൾ അവിടെ എന്താ കാണുന്നെന്നറിയാമോ? യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ എന്ന് വായിക്കുന്നു.
ഇവ തമ്മിലുള്ള ബന്ധം എന്താ? യേശു ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് പറഞ്ഞു ലൂക്കോസ് 4:1. അതേ അധ്യായത്തിന്റെ 14 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവാത്മാവ് എന്താ എഴുതിയിരിക്കുന്നത്? യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ. അപ്പോൾ ആത്മനിറവ് ഏതൊരു വ്യക്തിയിലുണ്ടോ അവൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമെന്നതിന്റെ വലിയ തെളിവാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞാണ് യേശു പരീക്ഷിക്കപ്പെടാനായിട്ട് പോകുന്നത്. ആ ശക്തി പരിശുദ്ധാത്മാവിന്റെ മേൽ ഭയങ്കര ജയം പിശാചിന്റെ മേൽ ഭയങ്കര ജയം പ്രാപിക്കാനായിട്ട് കഴിഞ്ഞു. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ ദൈവസന്നിധിയിൽ വചന പഠനത്തിനായി വന്നിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് നാം ഓർത്തുകൊള്ളണം, ഇന്ന് പകലിൽ നമ്മളോട് പോരാടുന്ന പിശാചിന്റെ മേൽ, നമ്മളെ പരീക്ഷയിൽ അകപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന പിശാചിന്റെ മേൽ, അവന്റെ പ്രവൃത്തിയുടെ മേൽ, ആ ദുഷ്ടശക്തിയുടെ മേൽ നാം ജയം പ്രാപിക്കണമെന്ന് വരികിൽ ആത്മനിറവിനാൽ ഈ കരുത്ത്, ഈ ശക്തി നമുക്കുണ്ടായിരിക്കണമെന്നുള്ളത് നാം വിശേഷാൽ ഓർത്തുകൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു വ്യക്തിയെ ഞാനൊന്ന് പറയാം, സ്തെഫാനോസ് ആണ്. സ്തെഫാനോസിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നതിനാൽ അവനിൽ ശക്തി നിറഞ്ഞിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായം 5-8 വാക്യങ്ങളിലാണ്. 5-8 വാക്യങ്ങളിൽ 5-ാം വാക്യത്തിൽ സ്തെഫാനോസ് പരിശുദ്ധാത്മാവും ശക്തിയും നിറഞ്ഞവനായിരുന്നു എന്ന് അവിടെ നാം കാണുന്നുണ്ട്. 8-ാം വാക്യത്തിലും നാം അത് കാണുന്നു. കൂടാതെ ശൗലിനെ കുറിച്ച് വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9:17 പരിശുദ്ധാത്മ പൂർണനായി എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മ പൂർണനായി. എന്നാൽ അതിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് അവിടെ നാം വായിക്കുന്നു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ജീവിതം വിശ്വാസി നയിക്കണം. അങ്ങനെ നയിക്കുമ്പോൾ ആ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുകയും ഈ പോരാട്ടമുള്ള ലോകത്തിൽ നമുക്ക് വിജയികളായി മുന്നോട്ട് പോകാൻ കഴിയും. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. വചനത്തിലൂടെയും നിരന്തര പ്രാർത്ഥനയിലൂടെയും നാം അത് സ്വായത്തമാക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരു വലിയ പരിശ്രമമാണ്. ഞാൻ സമയമില്ലെങ്കിലും അങ്ങ് പറയട്ടെ, ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു ഈസി ജീവിതമാണെന്ന് കരുതരുത്. ഞാൻ ഒന്നുകൊണ്ടും പറയല്ല. നമ്മൾ ഒന്ന് കൈയടിച്ചു പാടുന്നതോ 3 സ്തോത്രം പറയുന്നതോ അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തുന്നതോ ഒരു ക്ലാസ് ചെയ്യുന്നതോ ഒരു ശുശ്രൂഷ നിർവഹിക്കുന്നതോ ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇതല്ല ജീവിതം എന്നുള്ളത് നാം മനസ്സിലാക്കണം. വലിയ ചെലവ് അതിനു വേണ്ടി ചെയ്യണം, വലിയ ത്യാഗം അതിനു വേണ്ടി ചെയ്യണം. നമ്മുടെ സ്വയത്തെ കീഴ്പ്പെടുത്തണം, സ്വയത്തെ മരിപ്പിക്കണം. ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മുടെ ജീവിതം വരണം. നമ്മുടെ അകത്തെ മനുഷ്യൻ അതിനാൽ ശക്തിപ്പെടണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഭവനത്തിലും നമ്മുടെ കൂട്ടായ്മയിലും നാം ആയിരിക്കുന്ന ലോകത്തിലും നമുക്ക് ജയോത്സവമായി ജീവിക്കാൻ കഴിയുമെന്നുള്ള വസ്തുത ഞാനും നിങ്ങളും ഓർത്തുകൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. ഈ പ്രാർത്ഥനയിൽ പൗലോസിന്റെ 2ാമത്തെ അപേക്ഷ ക്രിസ്തു വസിക്കുന്നതിനായി. 17ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. ഇവിടെ ന്യായമായ ഒരു സംശയം നമുക്കുണ്ടാകും. എന്താ സംശയം? ക്രിസ്തു ഇവരിലില്ലേ എന്നുള്ളത്. ആത്മാവിനാൽ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നതിന്റെ ഫലമാണ് ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഓർപ്പിച്ച അതേ സംശയം വരുന്നത്. എന്താണ്? എഫെസോസിലുള്ള വിശുദ്ധന്മാരിൽ ക്രിസ്തു വസിക്കുന്നില്ലേ?
നിശ്ചയമായും അവരിൽ വസിക്കുന്നുണ്ട്. കാരണം അവരെ വിശുദ്ധന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെയല്ല, അവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന് എഫേസ്യർ 2:8 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നല്ലേ അവിടെ നാം വായിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ യേശുക്രിസ്തു ഉണ്ട്, യേശുക്രിസ്തു അവരിലുണ്ട്. പക്ഷേ പിന്നെന്താണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളിൽ വസിക്കേണ്ടതിന് എന്നുള്ളത്. വസിക്കേണ്ടതിന് എന്നുള്ള പ്രയോഗത്തിന്റെ മൂലഭാഷയിലെ ആശയം, അഥവാ ഗ്രീക്ക് വാക്കിന്റെ ആശയം, സ്വന്ത ഭവനം എന്ന നിലയിൽ സ്ഥിരവാസമുറപ്പിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? സ്വന്ത ഭവനം എന്ന നിലയിൽ സ്ഥിരവാസം ഉറപ്പിക്കുന്ന ആ അർത്ഥം വരുന്ന പദമാണ് വസിക്കുക എന്നതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? യേശുക്രിസ്തു നമ്മിൽ ഒരു അതിഥിയെ പോലെ വസിക്കാൻ പാടില്ല. അതിഥിക്ക് ആ വീടിന്റെ മേൽ ഒരധികാരവുമില്ല, ഒരു കർത്തൃത്വവുമില്ല. അയാൾ വൈകുന്നേരം അതിഥി വരുന്നെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് പോകും. അത് തന്നെയല്ല, ഒരതിഥിക്ക് ആ വീടിന്റെ എല്ലാ മുറികളിലും കടന്നു ചെല്ലാൻ കഴിയുകയില്ല. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ല. എന്നാൽ എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നാം ഒരിക്കൽ യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ യേശു കേവലം അതിഥിയായിട്ടല്ല വസിക്കേണ്ടത്, പിന്നെ യേശു നമ്മുടെ കർത്താവായി നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ കർത്തൃത്വം, പൂർണ്ണ അധികാരം യേശു നിർവഹിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയന്ത്രിക്കാനുള്ള അനുവാദം നമ്മൾ യേശുവിന് കൊടുക്കണം. അത് യേശുവുമായിട്ടുള്ള ഭയങ്കര കൂട്ടായ്മ ബന്ധമാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 2:6 പറയുന്നത്, നിങ്ങൾ കർത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണമെന്നാണ്. നോക്കൂ, യേശുവിനെ നമ്മൾ കൈക്കൊണ്ടത് മാത്രം പോരാ, അവന്റെ കൂട്ടായ്മയിൽ, അവനിൽ നിന്ന് അകന്നു പോകാത്ത ആ ഒരു ഐക്യത്തിൽ, ആ കൂട്ടായ്മയിൽ യേശുവുമായിട്ട് ജീവിക്കാൻ ഉപയോഗിക്കേണ്ട പദമാണ് യേശു വിശ്വാസത്താൽ നമ്മിൽ വസിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ഗ്രഹനാഥനെ പോലെ, ഒരു കർത്താവ് ഭരിക്കുന്നവനെ പോലെ, പൂർണ്ണമായി നിയന്ത്രിക്കുന്നവനെ പോലെ യേശു നമ്മിൽ വസിക്കണമെന്നാണ് ഇവിടെ പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ അത് സംബന്ധിച്ച് പത്രോസ് പറയുന്ന ഒരു വചനമുണ്ട്. അതിതാണ്, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, പക്ഷെ അതുപോരാ. ആ ക്രിസ്തുവിനെ നിങ്ങൾ ആരായിട്ട് അവിടെ ആക്കണം? കർത്താവായിട്ട് വിശുദ്ധീകരിപ്പീൻ. അവിടെ വിശുദ്ധീകരിപ്പീൻ എന്ന പദം വേർതിരിപ്പീൻ എന്ന ആശയത്തിലാണ്. യേശുവിനെ നമുക്ക് വിശുദ്ധീകരിക്കാൻ പറ്റുമോ? എന്നാൽ അവിടെ വേർതിരിപ്പീൻ എന്നുള്ള ആശയത്തിൽ. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തു യേശു ഉണ്ടല്ലോ, കർത്താവായി വേർതിരിക്കപ്പെടണം. അതായത് കർത്താവായിട്ട് വേറെ ഒന്നുമില്ലാതെ നമ്മുടെ സ്വയം, നമ്മുടെ നിഗളം, നമ്മുടെ പണം, നമുക്കുള്ള മറ്റ് നന്മകൾ, ഇതൊന്നും പാപം, ചുരുക്കത്തിൽ പലപ്പോഴും പാപത്തെ ശീലിക്കുന്നവരുണ്ട്. ആ പാപം നമ്മളിൽ കർത്തൃത്വം നടത്താതെ യേശു നമ്മിൽ പൂർണ്ണമായി കർത്തൃത്വം നടത്തുവാൻ അനുവദിച്ചു കൊടുക്കുന്ന ആ ഒരു അവസ്ഥയാണ് യേശു വിശ്വാസത്താൽ നമ്മിൽ
വസിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ അപേക്ഷ എന്ന് പറയുന്നത് വീണ്ടും 17-ാം വാക്യത്തിലുണ്ട്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 17-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അതാണ് മൂന്നാമത് ഈ പ്രാർത്ഥനയിലെ അപേക്ഷ. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുക. 17-ാം വാക്യം. നമ്മൾ രണ്ട് കാര്യങ്ങൾ ഈ അപേക്ഷ പ്രാർത്ഥനയിൽ കണ്ടു. ഒന്നാമത്തെ അപേക്ഷ എന്താണ്? ഒന്നാമത്തെ അപേക്ഷ, നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവാത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടണം. രണ്ടാമത്തെ അപേക്ഷ, നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലെ വിശ്വാസത്താൽ ക്രിസ്തു നമ്മിൽ വസിക്കണം. മൂന്നാമത്തെ അപേക്ഷ, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. വേരൂന്നുക എന്ന പ്രയോഗം പൗലോസ് കൊലോസ്യ ലേഖനത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവനിൽ വേരൂന്നിയും എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ എവിടെയാ വേരൂന്നേണ്ടത്? സ്നേഹത്തിലാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വേര് എവിടേക്കാണ് ഇറങ്ങിച്ചെല്ലേണ്ടത്? സ്നേഹത്തിലേക്കാണ്. അതെങ്ങനെയുള്ള സ്നേഹമാ? നമുക്കറിയാം, ദൈവ സ്നേഹത്തിന് കൊടുത്തിരിക്കുന്ന പദമാണ് അഗപ്പെ. ആ അഗപ്പെ എന്നുള്ളത് ത്യാഗപരമായ സ്നേഹമാണ്. സ്വയത്യാഗം. ജീവനെ പോലും ത്യജിക്കേണ്ടി വന്നാൽ ത്യജിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹമാണ് യേശു നമ്മളോട് പ്രദർശിപ്പിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ദൈവ സ്നേഹത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തിന്റെ വേര് ഇറങ്ങിപ്പോകേണ്ടതെന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പൗലോസ് ഒരിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. അടിവരയിടണേ. ഞാന് സുവിശേഷ വേല ചെയ്യുന്നെങ്കിൽ അത് ദൈവസ്നേഹത്തിൽ ചെയ്യണം. ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ അത് ദൈവസ്നേഹത്തിൽ ചെയ്യണം. ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ദൈവസ്നേഹത്തിൽ ചെയ്യണം. അതാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധത്താൽ വേണം നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കേണ്ടത്. അല്ലാതെ എൻ്റെ സ്ഥാപിത താല്പര്യത്തിനല്ല, എന്നെ വെളിപ്പെടുത്താനല്ല, എൻ്റെ മഹത്വം കാണിക്കാനല്ല, എൻ്റെ കഴിവ് കാണിക്കാനല്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നാം ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് 5 പൈസയുടെ പ്രതിഫലം അവിടെ ചെല്ലുമ്പോൾ കിട്ടുകയില്ല. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളൊക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത്, വേരിറങ്ങി ചെല്ലേണ്ടത് ദൈവസ്നേഹത്തിലായിരിക്കണം എന്നുള്ള വലിയ സത്യം ഇവിടെ പൗലോസ് കൊണ്ടുവരികയാ. അത് വളരെ വിവരിക്കേണ്ടതാണെങ്കിലും അതിനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗവും ഇവിടെ വിടുകയാണ്. അതുകൊണ്ട് പൗലോസ് തൻ്റെ പ്രാർത്ഥനയിൽ വിശുദ്ധന്മാർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, നാം സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി മാറണമെന്ന്. ഇനിയും അതിൻ്റെ 4-ാമത്തെ അപേക്ഷയിലേക്ക് ഞാൻ വരികയാണ്. അവിടെ 4-ാമത്തെ അപേക്ഷ 18-ാം വാക്യത്തിലാണ്. എന്താണ്? ദൈവസ്നേഹത്തിന്റെ അളവ് അറിയുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ അളവ് അറിയാൻ പ്രാർത്ഥിക്കുന്നു. 18-ാം വാക്യത്തിലുണ്ട്. എന്താണ്? ആ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാൻ. എന്താണ് ഗ്രഹിക്കേണ്ടത്? എന്തിന്റെ വീതിയും നീളവും ഉയരവും ആഴമാണെന്നുള്ളത് 17-ാം വാക്യത്തിന്റെ ഒടുവിൽ നാം കണ്ടു. സ്നേഹത്തിൽ വേരൂന്നി. അതിനെ തുടർന്ന് വരുന്ന വാക്കുകളാണ് 18-ാം വാക്യത്തിൽ. അപ്പോൾ ഇവിടെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ അറിയേണ്ടത് എന്തിനെ കുറിച്ചാ? ദൈവസ്നേഹത്തെ കുറിച്ചാ. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ അളവ് നമ്മൾ അറിയണം. എന്താണ് അളവ്? അതിന്റെ വീതി അറിയണം,
വീതി എന്താണ്? ദൈവസ്നേഹത്തിന്റെ വീതി. ഒരു വേദ പഠിതാവ് അതിങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എനിക്കത് രസകരമായി തോന്നി, അംഗീകരിക്കാൻ കൊള്ളാവുന്നതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങളോട് ഞാനത് പറയുക. ദൈവസ്നേഹത്തിന്റെ അളവിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഇവിടെ പറയുന്ന എന്തൊക്കെ അറിയണം? വീതിയും നീളവും ഉയരവും ആഴവും അറിയണം. അദ്ദേഹം പറയുന്നത് വീതി എന്നുള്ളത് ലോകമാണ്. ലോകത്തിന്റെ അതിർത്തി മുഴുവനും ആ ദൈവസ്നേഹം പടർന്നിരിക്കുകയാണ്. യോഹന്നാൻ 3:16 ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അതാണ് ദൈവസ്നേഹത്തിന്റെ വീതി. ഈ ദൈവസ്നേഹം ലോകത്തിന്റെ, ഭൂമിയുടെ അതിരുകളെ അവകാശമാക്കി എന്നുള്ളത് നാം മനസ്സിലാക്കണം. KP അപ്പൻ മധുരം നിൻ ജീവിതം എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ക്രിസ്തു ഭൂമിയുടെ അതിരുകളെ അവകാശമാക്കിയവൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. KP അപ്പന്റെ വാക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താന്ന് ചോദിച്ചാൽ, ആ വീതി ലോകമാണ്, ലോകത്തിന്റെ അതിരുകൾ മുഴുവനും. അങ്ങനെയാണ് നമ്മളും ഈ ദൈവസ്നേഹത്തിൽ അങ്ങ് മുങ്ങിപ്പോയത്. ഇതിന്റെ അതിരതാണ്, വീതി അതാണ്. നീളം എന്താണ്? നീളം എന്നുള്ളത് എന്നേക്കും എന്നുള്ളതാണ്. എന്നേക്കും എന്നുള്ളതാ അതിന്റെ നീളം. 1 കൊരിന്ത്യർ 13:8 നമ്മൾ എന്താ വായിക്കുന്നത്? ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. അടുത്ത വാക്ക്, ഇവയിൽ വലിയതോ സ്നേഹമാകുന്നു. അതെന്നേക്കുമുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ശിഷ്യന്മാരെ സ്നേഹിച്ചതിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 13-1 പറയുന്നു, യേശു തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. കൂടാതെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നില്ലേ, നിത്യ സ്നേഹം കൊണ്ട് അവൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നുവെന്ന്. അപ്പൊ ഇവിടെയെല്ലാം ഈ സ്നേഹത്തിന്റെ നീളം, ഇതിന്റെ ആഴം എന്താണ്? ഈ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ക്രൂശിലെ മരണത്തോളം. ഈ സ്നേഹത്തിന്റെ ആഴം തേടി അങ്ങോട്ട് ചെന്നാൽ ചെന്ന് മുട്ടുന്നത് എവിടാണെന്നറിയാമോ? ദൈവത്തിന് മഹത്വം. ആ ക്രൂശിലെ മരണത്തിൽ ചെന്നാണ് നമ്മൾ സ്പർശിക്കുന്നത്. ഫിലിപ്പിയർ 2:8. ഇനി ഒന്നുകൂടെ ഉണ്ട്, ഇതിന്റെ ഉയരം നമ്മൾ ഗ്രഹിക്കണം. ഉയരം എന്ന് പറയുമ്പോൾ അത് സ്വർഗമാണ്. 1 യോഹന്നാൻ 3:1-2. ഇത് സ്വർഗമാണ്. നമ്മളെ സ്നേഹിച്ച ദൈവസ്നേഹത്തിന്റെ ഉയരം എന്ന് പറയുന്നത് സ്വർഗമാണ്. അഥവാ നാം വായിക്കുന്നു, അവിടുന്ന് നമ്മെ സ്വർഗത്തിൽ ഇരുത്തി എന്നാണ്. സ്തോത്രം. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ശരീരത്തിൽ ഓരോ സ്ഥലത്തിരിക്കുമ്പോൾ ആത്മീയമായി എഫേസ്യ ലേഖനം 2 പറയുന്നു, നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അതാണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. അത് നമ്മളെല്ലാവരും, സകല വിശുദ്ധന്മാരോടും കൂടി എന്ന് പറയുന്നത്, എല്ലാവരും ഒന്നിച്ച് ചേർന്ന് അത് വിശകലനം ചെയ്ത് ഗ്രഹിക്കണമെന്നാണ് ഇവിടെ പൗലോസ് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു വാക്കുകൂടെ അതിൽ സംബന്ധിച്ച് പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടുകൊള്ളാം. ഗ്രഹിക്കുക എന്ന വാക്ക് ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നതാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പിടിവിട്ടു പോകാതെ ശക്തമായി ചുറ്റിപ്പിടിക്കുക. അയ്യോ, എന്തൊരർത്ഥമാത്! ഈ ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്ത് ചെയ്യണം? വിട്ടുപോകാതെ, നമ്മളെ പിടിവിട്ടു പോകാതെ ആ സ്നേഹത്തെ ശക്തമായി ചുറ്റിപ്പിടിക്കണമെന്നുള്ളതാണ്. എൻ്റെ ദൈവമേ, എന്തോ ഒരു ഉത്തരവാദിത്വവും എന്തോ ഒരു ജീവിതവുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കേവലം പുറമേയുള്ള ചില ആത്മീയ പ്രകടനങ്ങൾ കൊണ്ടങ്ങ് തൃപ്തിപ്പെടുകയല്ലേ ചെയ്യുന്നത്. ആത്മീയ ജീവിതം എന്തുമാത്രം ആഴമുള്ളതാണെന്നറിയാമോ? കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ വിവരിച്ചു പോയാൽ ഞാൻ അങ്ങ് പോകും. നമുക്ക് ഇനി ഒരു 2 എണ്ണം കൂടെ നമ്മുടെ മുൻപിലുണ്ട്. ഇനി 5ാമത്തെ അപേക്ഷ, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം അറിയണം. 19-ാം വാക്യത്തിലുണ്ട്. എന്താണ് 19-ാം വാക്യത്തിൽ? നോക്ക്, പരിജ്ഞാനത്തെ കവിയുന്ന
ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും. അപ്പോൾ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം അറിയുവാൻ നമ്മൾ പ്രാപ്തരാകേണ്ടത് ആവശ്യമാണ്. ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല ദൈവസ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് വചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനല്ലാതെ നമ്മുടെ ബുദ്ധി കസർത്തുകൊണ്ട് ഇത് നമുക്ക് വിവരിച്ചു തീർക്കാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ ബുദ്ധിയെ കവിയുന്നതാ, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം. POC ബൈബിളിൽ ആ പ്രയോഗം കൊടുത്തിരിക്കുന്നത് എനിക്ക് കുറെ കൂടെ സന്തോഷകരമായി തോന്നി, കുറെ കൂടെ നമുക്ക് മനസ്സിലാകാം, ലളിതം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. നമ്മളൊക്കെ വലിയ അറിവുള്ളവരാണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ നമ്മുടെ അറിവിനെ എല്ലാം അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഈ സ്നേഹം. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നിങ്ങളിൽ ചിലർ, പ്രത്യേകിച്ച് മത്തായി സാറിനെ പോലുള്ളവരൊക്കെ അത് കേട്ടിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ്. ആ ദൈവസ്നേഹത്തെ കുറിച്ച് അറിവിന്റെ അപ്പുറമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമുള്ള ആ സ്നേഹത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ഒരു ദൈവഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാ: ആകാശം മുഴുവനും പേപ്പറായും ലോകത്തിലെ എല്ലാ വൃക്ഷക്കൊമ്പുകളും പേനയായും സമുദ്രത്തിലെ ജലം മുഴുവൻ മഷിയായും ഉപയോഗിച്ചുകൊണ്ട് ദൈവസ്നേഹം ഒരുവൻ എഴുതുവാൻ തുടങ്ങിയാൽ ആ ദൈവസ്നേഹം വർണ്ണിച്ച് തീർക്കുവാൻ അവനെ കൊണ്ട് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം നമ്മുടെ അറിവിനെ അതിശയിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്: 1000 നാവുകളാൽ അത് വർണ്ണിപ്പാൻ എളുപ്പമല്ല എന്നുള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 19-ാമത്തെ വാക്യത്തിലാണ്. 19-ാം വാക്യത്തിൽ വായിക്കുന്നത്: ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നാം നിറയണമെന്നാണ്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറയണമെന്നാണ്. ഇവിടെ ഈ ലേഖനത്തിൽ നമുക്ക് 3 നിറവുകളെ കുറിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസ് സൂചിപ്പിക്കുന്ന 3 നിറവ് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ആത്മാവിന്റെ ശക്തിയുടെ നിറവ്, 16-ാം വാക്യം. ഈ പ്രാർത്ഥനയിലാണ് കേട്ടോ, ഈ പ്രാർത്ഥനയിൽ. ആത്മാവിന്റെ ശക്തിയുടെ നിറവ്, വാക്യം 16. 2, ക്രിസ്തു നിറയുക, വാക്യം 17. 3, ദൈവത്തിന്റെ നിറവ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തു, പരിശുദ്ധാത്മാവ് നിറയണം, അതുപോലെ ക്രിസ്തു നിറയണം, പിതാവ് നിറയണം. ചുരുക്കത്തിൽ ത്രിയേക ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടണം. കർത്താവ് സഹായിക്കട്ടെ. ആ നിറവിനോളം ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം നിറയുന്ന കാര്യമായി ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്വത്തിന്റെ നിറവല്ല. ദൈവത്വത്തിന്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടുകയില്ല. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, അതൊക്കെയാ ദൈവത്വത്തിന്റെ ഗുണങ്ങൾ. എന്നാൽ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ധാർമ്മിക ഗുണങ്ങൾ, സ്നേഹം, സന്തോഷം, അതുപോലെ വിശ്വസ്തത, ദയ, മനസ്സലിവ് തുടങ്ങിയതാണ് ദൈവത്തിന്റെ ധാർമ്മികമായ ഗുണങ്ങൾ. അത് നമ്മൾ നിറഞ്ഞു വരണം. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിൽ മത്തായി 5:48 യേശു പറഞ്ഞു: എന്താ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിപ്പീനെന്ന്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 2 പ്രാർത്ഥനകളിലൂടെ നമുക്ക് ലഭിച്ച ആത്മീയ ചിന്തകൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി, വിജയികളായി, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരായി ജീവിക്കാൻ, ലോകത്തിന്റെ ഉപ്പും വെളിച്ചവുമായി ഇരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാറ്റിനും നന്ദി, സന്തോഷം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.